എന്നെ ഒരു പടുകുഴി തള്ളിയിട്ടിട്ട് നീ അകത്ത് കയറി ഒളിച്ചിരിക്കാനോടെ ഇറങ്ങി വാഴയോടാ. നിക്കടിയവിടെ. സത്യമേ രോഹിത് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവൻ അകത്തോട്ട് വരട്ടെ. അല്ല അത് ഇറങ്ങി വാഴയോടാ. അല്ലാതെ പുറത്ത് കിടന്നിങ്ങനെ ഒച്ച വെച്ച ആളാകുന്നത് ആണുങ്ങൾക്ക് ചേർന്നല്ല. എടേ ശ്യാമ, എല്ലാരും ഉണ്ടല്ലോ. നന്നായി. എന്താടേ നിനക്ക് വിളിച്ചെടുത്ത് വരാൻ പാടില്ലേ? രോഹിത് നീ ഈ വീട്ടിലേക്കല്ലേ വന്നേ? പിന്നെന്തിനാ ഇവിടെ പുറത്തേക്ക് വിളിക്കുന്നത്? ഞാൻ വിളിച്ചത് എന്റെ ഭാര്യയാ. എന്തായാലും ഇതൊക്കെ പുറത്തേക്ക് വന്നാ രോഹിത് നിനക്ക് ഈ ഭാര്യ കിട്ടുന്ന കാരണേ ഞങ്ങളാ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അപ്പൊ എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുന്നതാണല്ലേ? നിന്നെ ഞങ്ങളായിട്ട് ഒറ്റപ്പെടുത്തിയതല്ലോ. നിനക്കിപ്പോ കൂട്ട് വേറെ അല്ലേ? കുറെ ചതിയന്മാരുടെ കൂടെയല്ലേ നിന്റെ സഹവാസം. ഓ, അപ്പൊ ഒട്ടും ചതിക്കാത്ത ഒരു ഫാമിലി. ഈ കുടുംബം തന്നെ കള്ളക്കൂട്ടങ്ങളാ. നീ കുടിച്ചിട്ടുണ്ടോ? എടാ നിന്നോട് ചോദിച്ചു നീ കുടിച്ചിട്ടുണ്ടോന്ന്. ഉണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ചതിയിൽ ഞങ്ങളെ പെടുത്തിയിട്ട് നീ കള്ളും കുടിച്ച് സൂചിച്ച് നടക്കുന്നോടാ. ചതിച്ചതേ ഉപേന്ദ്രനാ. ഉപേന്ദ്രൻ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കല്ലേ? അയാൾ എന്തിനാ ഈ ചതി മുഴുവൻ കാണിക്കുന്നതെന്ന് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. അതൊക്കെ പച്ചക്ക് എന്റെ നാവിൽ ഉച്ചത്തിൽ കേൾക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അതും പറയാം. നായേ, എന്റെ വീട്ടിലെ ചോറ് നിന്നിട്ട് എന്റെ ഭാര്യയുടെ അടുത്ത് കൈ ചൂണ്ടുതോടാ. ഇവിടെ നിന്റെ മകനെ പോലെ സ്നേഹിച്ചല്ലോ ഇവള്. വിഷ്ണുവിനേക്കാൾ പരിഗണന തന്ന് അവന് കൊടുക്കുന്നതിനേക്കാൾ ഒരല്പം കൂടുതൽ വാത്സല്യവും തന്നു. എന്തിനാടാ? നീ ഒരു അനാഥനാണെന്നുള്ള ബോധമേ ഈ ചുവരുകൾക്കുള്ളിൽ നിനക്കുണ്ടാവാതിരിക്കാനാ. എന്നിട്ടും നിന്റെ ഈ ദുഷിച്ച കൂട്ടുകാരുടെ പിൻബലത്തിലെ ഇവളുടെ മുഖത്ത് നോക്കിയേ ദുഷ്ടലാക്ക് പറഞ്ഞില്ലടാ. നീനും ജീവനോട് പോണ്ട. കൊല്ലണവനെ പറഞ്ഞില്ലേ? ഇനി അടിക്കല്ലേ ഇവനെ കൊല്ലണവനെ. എടി എന്തിനാണ് നിനക്ക് ഇങ്ങനെ ഒരുത്തൻ? ഞങ്ങളിപ്പോ തന്തയോടും തള്ളയോടും പോലെ ആത്മാർത്ഥരത്തെ ഇവനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനിങ്ങനെ ചെയ്യായിരുന്നോ? ഇവനെ ആ പത്മാവതി ഏൽപ്പിച്ചല്ലേ ഇവളെ? ആ ഒരു ചിന്ത പോലും നിനക്ക് ഇല്ലാതെ പോയല്ലോടാ. ചതിക്കും വഞ്ചനയ്ക്കും മുൻപേ പറക്കാൻ ശ്രമിക്കാവൻ. സ്നേഹം കൊടുത്തവർക്ക് നേരെ വാളൊങ്ങി. അങ്ങനെയുള്ള ഇവര് ഈശ്വരനെ ശിക്ഷ കൊടുക്കേണ്ടത്. രാഘവേട്ട വേണ്ട. ഈ പാവം പിടിച്ച നമ്മളെ ചതിയപ്പെടുത്തി വഴിയതാരാക്കി ഇവന്. ഈ ലോകത്തുനിന്നല്ല ഒരു ലോകത്തും മനഃശാന്തി കിട്ടില്ല. രാഘവേട്ട ഞാനിവനെ
അമ്മയെ പോലല്ല സ്നേഹിച്ചത്, അമ്മയായിട്ട് തന്നെ സ്നേഹിച്ചത്. എന്നെ ഇവൻ ചതിച്ചത്. എന്നെ ഇവൻ ചതിച്ചത്. ഞാനാണോ അതോ നിങ്ങളോ? ഞാനാരാ? ഒരു പമ്പര വിഡ്ഢി പൊട്ടൻ. ഒന്നും അറിയാതെ വെറുതെ ഉണ്ടുറങ്ങി ജീവിച്ചു പോയാ ഒരു പരിഹാസം മാത്രം. അങ്ങനെ ആക്കി. ആര്? ഇവള്, നിങ്ങളെ ഈ മരുമകള്, നുണകളുടെ രാജ്ഞി. ഇവളാ ചോദിച്ചത്, ഇവള്. എന്നെ മാത്രം. എന്റെ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ഏറ്റവും വലിയ ചതി, ഒരച്ഛന് പറ്റിയ ചതി. ഒരച്ഛനെന്ന നിലയിൽ ഞാൻ തോറ്റുപോയ നിമിഷം അതാണ്. നിങ്ങൾക്കത് കേൾക്കണ്ടേ? എന്നെ തകർത്ത ചതിയുടെ കഥ നിങ്ങളത് കേൾക്കണം. രോഹിത്തെ, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് നാവാടരുത്. ഇതെന്റെ അച്ഛനും അമ്മയാ. ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന 2 പേരും. ഇവർക്ക് മുമ്പിൽ നിന്ന് ഇനി ഒച്ച വച്ച അറിയണേ, എല്ലാവരും അറിയട്ടെ. സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ. ഒരു രാഘവൻ നായരും ഒരു സത്യാമ്മയും കള്ള കൂട്ടങ്ങളാ. നീ അടിച്ചല്ലേ? നിന്നെ ഞാനിന്ന് കൊല്ലുപടി. നീ ഭൂമിക്ക് മുകളിൽ വേണ്ടടി. ഇന്ന് നിന്റെ അവസാനമാ. അടിച്ചു എന്റെ അച്ഛനെ വീട്ടിൽ കയറി വന്ന് അച്ഛനെ തുറത്താൻ നായ. വേണ്ട, അച്ഛനെ തല്ലല്ലേ വിഷ്ണു അച്ഛ. വിഷ്ണു അച്ഛ വേണ്ട, തല്ലല്ലേ വിഷ്ണു അച്ഛ. പ്ലീസ് വിഷ്ണു അച്ഛ. വിഷ്ണു അച്ഛ, പപ്പിമോളല്ലേ പറയുന്നേ. പ്ലീസ് വിഷ്ണു അച്ഛ. നീ എന്നെ തല്ലിയല്ലേ? ഇതിന് ഞാൻ നിനക്ക് മറുപടി തരും. നീ കരുതിയിരുന്നോ? കേട്ടടാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. കേട്ടടാ? പോവല്ലേ അച്ഛ. അച്ഛ പോവല്ലേ അച്ഛ. അച്ഛ നിക്ക്, പോവല്ലേ. കാണിച്ചു തരാടാ ഞാൻ. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ഈ രോഹിത് ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടത്തില്ല. നീയൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. കരുതിയിരുന്നോ നീയൊക്കെ?
അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടാവൻ പോയത്? നിങ്ങൾ എല്ലാരും കൂടി വലുതാക്കിയിട്ട് കൊണ്ടുവരുന്നല്ല അവനെ. അതുകൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇത്ര വഷളായത്. ഇനിയിപ്പോ എല്ലാം അനുഭവിച്ചോ. ഇപ്പൊ കണ്ടില്ലേ അവൻ ചെയ്തത്? ഈ അച്ഛൻ എത്ര വട്ടം പറഞ്ഞതാ നമുക്ക് ആ കച്ചവടം വേണ്ടത്? കേട്ടോ? കേട്ടില്ല. ഇനിയിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത മൊത്തം തലയിൽ വെച്ചോ. ഒന്നും ഞാൻ പറഞ്ഞേക്കാം, എന്നെ വിളിച്ചേക്കരുത് ഒന്നിനും, കേട്ടാ? കാരണം ഇതെല്ലാം നിങ്ങളുടെ തന്നിഷ്ടത്തിനുണ്ടായതാ. എല്ലാം നിങ്ങളുടെ തീരുമാനങ്ങളാ. എന്നിട്ടിപ്പോ എല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെ ആയല്ലോ, ഇല്ലേ? പാല് കൊടുത്ത് കഴിക്കാൻ അവൻ കൊത്തിട്ട് പോയില്ലേ? ഇതാണ് ലോകം. അങ്ങനെയുള്ളവർക്ക് ഇവിടെ സ്ഥാനമുള്ളൂ. ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്ക്. വിഷ്ണു അച്ഛാ രാഘവേട്ട, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു. ഞാനെടുത്ത തീരുമാനങ്ങളൊക്കെ പാടായിരുന്നു. ഭാമേ, അനുഭവങ്ങൾ എന്ന് പറയുന്ന വാക്കിനെ ജീവിതത്തിലും ഒരുപാട് പ്രാധാന്യമുണ്ട്. അതൊരു പഠനം തന്നെയാ. തെറ്റുകൾ മനസ്സിലാക്കി തരുന്ന ചെറിയൊരു വിദ്യാലയമാ. ഇപ്പൊ നീ നിൽക്കുന്നത് ആ പഠനശാലയുടെ തിരുമുറ്റത്ത്. തെറ്റെതിരുത്തി മുന്നോട്ട് പോകാനുള്ള സമയം ഇനി ഉണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചിലപ്പോ രക്ഷപ്പെട്ടാലോ. ഹലോ പിള്ളേ. ശരി സാർ. വാ.
ഏ? ഇവൻ രോഹിത് രോഹിത് എന്താ ഈ സമയത്ത്? ഞാൻ എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു. ഏ അവിടെ എനിക്കൊരു സ്ഥാനമില്ല. എല്ലാവരും കൂടെ എന്നെ അടിച്ചിറക്കി. വന്നത് പോലീസ് സ്റ്റേഷനായ ഈശ്വര, വനിത ദിവസമായിരുന്നു അപ്പൊ എൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനിനി എന്ത് ചെയ്യണം സുസ്മിതേ? ആ ശ്യാമ, അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. പിന്നെ ആ സത്യഭാമ, അവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം. അതെ, പ്രതികാരം ചെയ്യണമെന്ന് കീ കൊടുത്ത പാവെ പോലെ സദാസമയം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പ്രയത്നിക്കണം. അതിനുവേണ്ടി മേലനങ്ങി പണിയെടുക്കണം. നോക്ക്, പറ്റുമെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം. അതാണ്ട് അടക്കണം. പറ്റും. കാരണം അവൾ അടിച്ച അടിയില് എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത് എൻ്റെ സ്ഥാനമാ. എൻ്റെ സ്ഥാനം ആണെന്ന എൻ്റെ സ്ഥാനം. രോഹിത്തെ, നീ അകത്തേക്ക് കയറ്. പരിഹാരമാർഗം നമുക്ക് ആലോചിക്കാം. ആ, ഇത് പിന്നെ സത്രമാണല്ലോ, വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി താമസിക്കാൻ. ആർക്കായിരുന്നാലും ഇവിടെ ഒരു കട്ടിലും കൂടെ കാണുമല്ലോ. ദൈവമേ, ഇനി ഇവനും ഞാൻ ചാപ്പാടുണ്ടാക്കി കൊടുക്കണമെന്ന് ഓർക്കുമ്പോഴാണ്. നീ വന്നേ, വാ. ഇതെങ്ങോട്ട് പോണു? എന്റെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് നടക്കണം. നടന്നില്ലെങ്കിൽ ഒറ്റ ഒരുത്തന്റെ കാര്യങ്ങളും നേരാവണ്ണം ഞാൻ നടത്തുകയില്ല. ഞാൻ ഈ സ്ഥാപനം വാങ്ങിയത് 4 പുത്തനുണ്ടാക്കാൻ വേണ്ടി തന്നെയാ. വില പറഞ്ഞ് നിന്നെയൊക്കെ കൃത്യമായി ചേർത്ത് വാങ്ങിയത് പണിയെടുപ്പിച്ച് മുതലാക്കാൻ വേണ്ടി തന്നെയാ. അത് ഞാൻ ചെയ്യും. ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല അന്തസ്സായി സലാം പറഞ്ഞു പോവാ. അസീസേ, നീ ആ ലോഡ് കൊണ്ടുപോവുകയല്ല, ഉപേന്ദ്രനാ പറയണേ. നിനക്ക് കളിക്കാവുന്ന കളിയൊക്കെ നീ കളിച്ചോ. എനിക്കറിയാവുന്ന കളികളൊക്കെ ഞാനും കളിച്ചോളാം. പിന്നെ എന്നെ തട്ടേ കയറ്റിയിരുത്താൻ നോക്കരുതേ. തൊട്ടേ ഞാൻ ഇരിക്കത്തില്ല. ഇത് തന്നെയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ, വയ്ക്കോ. വെയിറ്റ് ചെയ്യണേ. ശരി.